ഹലോ ഗൈസ്, ഇതൊക്കെ വെള്ളിയാഴ്ച മലയാറ്റൂർ പോകാൻ ഞങ്ങൾ രണ്ടാളും കൂടിയാട്ടോ മലയാറ്റൂർ. വെളുപ്പിനെ എണീറ്റ് 4:45 വണ്ടിക്ക് ഞങ്ങൾ കയറി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കാലടി എത്തി. മുമ്പ് മലയാറ്റൂർ പോയിട്ടുണ്ടല്ലോ, അതൊക്കെ ഫാമിലിയുടെ കൂടെയാണ് പോണേ. ആദ്യമായിട്ടാ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണം. എന്താകും എങ്ങനെയാകുമെന്നൊന്നും നോ ഐഡിയ. അങ്ങനെ കാലടിയിൽ നിന്ന് മലയാറ്റൂർ ബസ്സിന് കയറി. ഒരുപാട് സ്പെഷ്യൽ സർവീസുകളും ഉണ്ട്. ഇടയ്ക്ക് ബ്ലോക്ക് കിട്ടിയെങ്കിലും സേഫായിട്ട് നമ്മൾ എത്തി. ഇത് ഈ മലയാണ് നമുക്ക് കയറേണ്ടത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അടിവാരം എത്തി. അടിവാരത്തിൻ്റെ താഴെ വരെ ബസ് ചെല്ലുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. സൈഡിലൊക്കെ ഒരുപാട് കടകളും കച്ചവടക്കാരെയും ഒക്കെ കാണാം. നല്ല ആളും ഉണ്ടായിരുന്നു. മല കയറി ഇറങ്ങുമ്പം ഒത്തിരി സമയമാവുന്നതുകൊണ്ട് നേർച്ചക്കഞ്ഞിയും കുടിച്ചിട്ടും കയറാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നേർച്ചക്കഞ്ഞിയും കുടിക്കാനുള്ള ക്യൂ ഒരു 1.5 ക്യൂ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഫുഡ് കിട്ടി. അങ്ങനെ ഞങ്ങൾ മല കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല. ഒന്നാം സ്ഥലത്തെത്താൻ കുറച്ച് പാടുപെട്ട്, ബാക്കിയൊക്കെ പടപടാന്ന് കയറി. ഒരുപാട് ചൂടില്ലായിരുന്നെങ്കിലും എല്ലായിടത്തും നന്നായിട്ട് പൊടി പൊങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 14 സ്ഥലങ്ങളിലും മെഴുകുതിരി കത്തിച്ചും പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയും മുകളിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ മലമുകളിലെത്തി. എത്തിക്കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്തെത്തി. അതിനുശേഷം ഞങ്ങൾ മലമുകളിലിരുന്ന് കുറച്ചു നേരം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് ആനകുത്തിപ്പള്ളിയുടെ അവിടെ പോയി. മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കിണറ്റിലെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ച് ഈശോയുടെ മൃതദേഹത്തെ മുത്തി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് പുന്നും കുരിശിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ തൊട്ട് പ്രാർത്ഥിക്കാനും പറ്റി. പിന്നീട് ഞങ്ങൾ പോയത് തോമാസ് ലീഹായുടെ പാദമുദ്ര പതിഞ്ഞ സ്ഥലത്തേക്കാണ്. അതും കണ്ട് മല ഇറങ്ങി തുടങ്ങി. പോയ വഴിക്കെല്ലാം കുരങ്ങന്മാരുടെ ഒരു ബഹളമായിരുന്നു. പെട്ടെന്ന് തന്നെ മല ഇറങ്ങിക്കഴിഞ്ഞു. അവിടുന്ന് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി.